we are going to discuss about computer networks. Computer network means it is a group of computers and other computing devices such as printers, scanners, modems, etc. connected to each other through a communication medium. കമ്പ്യൂട്ടറുകളും അതുപോലെയുള്ള മറ്റ് ഹാർഡ്വെയർ ഡിവൈസസ് സച്ച് ആസ് പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ് എക്സെട്ര ഇങ്ങനെയുള്ള ഡിവൈസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ദീസ് ഡിവൈസസ് ആർ ഇൻ്റർ കണക്റ്റഡ് ഈച്ച് അതർ ത്രൂ കമ്മ്യൂണിക്കേഷൻ മീഡിയം. എന്തിനു വേണ്ടിയാണ് കമ്പ്യൂട്ടറുകളെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? നീഡ് ഫോർ നെറ്റ്വർക്ക് ഓർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് ആർ resource sharing, price performance ratio, communication, reliability, scalability. These are the advantages of network. So first advantage is resource sharing. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. ദ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് such as hardware and software resources in a computer network is called resource sharing. Hardware resources like hard disk, printer, scanner, etc. and software resources like application software, antivirus tool, etc. can be shared through computer network. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള റിസോഴ്സസ് മറ്റുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് അത് ഷെയർ ചെയ്യാം. സോ നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സസും ഷെയർ ചെയ്യാം, അതുപോലെ സോഫ്റ്റ്വെയർ റിസോഴ്സസും ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ പ്രിൻ്റർ ഒരു സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ മറ്റുള്ള സിസ്റ്റങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രിൻ്റർ ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ്, ഏതെങ്കിലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ മറ്റ് സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഒരേ സെയിം നെറ്റ്വർക്കിൽ മറ്റുള്ള സിസ്റ്റത്തിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഷെയർ ചെയ്യാം. ലൈക്ക് ആൻറ്റിവൈറസ് ടൂൾസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയറിംഗ് ഓഫ് ദ റിസോഴ്സസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് നെറ്റ്വർക്ക്. അത് ഹാർഡ്വെയർ റിസോഴ്സസും ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സസും നമുക്ക് ഷെയർ ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയൊരു ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗമാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. സോ ഇങ്ങനെയുള്ള ഷെയറിംഗ് കൊണ്ട് ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്തതുകൊണ്ട് ഷെയർ ചെയ്യുന്ന സിസ്റ്റത്തിലെ പെർഫോമൻസ് ഒരിക്കലും കുറയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഒരുപാട് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. മറ്റുള്ള സിസ്റ്റങ്ങളിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും വി ക്യാൻ സേവ്. അതേപോലെ തന്നെ ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ പെർഫോമൻസ് ഓഫ് സച്ച് അതർ കമ്പ്യൂട്ടേഴ്സ്. So one can easily share the resources available in one computer with other computers. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ it leads to considerable savings in cost and it will not affect the performance of the computer at all. അതാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. മൂന്നാമത്തെ ഉപയോഗമാണ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെയും ഏറ്റവും സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതുമായ ഏറ്റവും വലിയൊരു ഉപയോഗമാണ് കമ്മ്യൂണിക്കേഷൻ. So computer network help users to communicate with each other through its services like email, chatting, video conferencing, etc. So computer നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം, നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ള സർവീസസ് ലൈക്ക് ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിങ്, ഇതെല്ലാം നെറ്റ്വർക്കിലുള്ള യൂസേഴ്സുമായി ഈസിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം within no time irrespective of the distance. എത്ര ഡിസ്റ്റൻസിലുള്ള ആളാണെങ്കിലും within no time we can send or receive messages. അപ്പോൾ നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇമെയിൽ അയക്കാം, ചാറ്റ് ചെയ്യാം, വീഡിയോ കോൺഫറൻസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര ഡിസ്റ്റൻസിലുള്ള പേഴ്സൺസുമായും within no time we can send or receive messages. That's one of the most important use of computer network. Reliability. It is possible to back up data in multiple computers using the network. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെ ഡാറ്റ മറ്റുള്ള അതേ നെറ്റ്വർക്കുള്ള മറ്റുള്ള സിസ്റ്റങ്ങളിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള ഫയൽസ്, ഫോട്ടോസ്, സോങ്സ്, ഇങ്ങനെ എന്തുമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സിസ്റ്റത്തിലെ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ബാക്കപ്പായിട്ട് അതേ നെറ്റ്വർക്കിലെ മറ്റുള്ള സിസ്റ്റങ്ങളിൽ സേവ് ചെയ്താൽ
സംടൈംസ് എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ആക്സിഡൻ്റൽ ഡെലീഷൻ ഓഫ് ഫയൽസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാൽഫങ്ഷനിങ് ആയിരിക്കാം, വൈറസ് അറ്റാക്ക് ആയിരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിലെ ഫയൽസ് എല്ലാം സംടൈംസ് അത് ഡിസപ്പിയർഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ ഹാങ് ആയി പോയിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡാറ്റ ഓൾറെഡി ബാക്കപ്പ് ചെയ്ത് വെച്ച സിസ്റ്റങ്ങളിൽ നിന്ന് നമുക്കത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം എന്നതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it is possible to back up data like files, photos, songs, etc. Can be saved in one computer, can also be saved in other computers in the same network. So these can be retrieved from other computers in which they are saved in case of disasters. So backupping, അതിനാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കപ്പ് ചെയ്യാം. That is the one of the other use of the network, reliability. And the last one is scalability. Computing capacity can be increased or decreased easily by adding or removing computers to the network. So ഒരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഈസിലി ആയിട്ട് പുതിയ കമ്പ്യൂട്ടേഴ്സിന് ആഡ് ചെയ്യാം. കമ്പ്യൂട്ടർ മാത്രമല്ല മറ്റു ഡിവൈസുകളെ ആഡ് ചെയ്യാം. അതുപോലെ ഈസിലി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതിന് നമുക്ക് ഒരു നെറ്റ്വർക്കിൽ എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം, ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്ക്സ് ക്യാൻ ആൾസോ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിങ് മോർ സ്റ്റോറേജ് ഡിവൈസസ് ടു ദ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് കൂടുതൽ സ്റ്റോറേജ് ഡിവൈസസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യാം. ദാറ്റ് മെഷർമെൻറ്റ് ഈസ് നോൺ ആസ് സ്കെയിലബിലിറ്റി. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് through communication medium. So the main advantages are resource sharing, price performance ratio, communication, reliability and scalability. Some key terms. നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ചില ടേമുകളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ is bandwidth. Bandwidth measures the amount of data sent over a network in a given amount of time. സോ ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ്. ബാൻഡ്വിഡ്ത്ത് മെഷർ ചെയ്യുന്നത് ഒരു നിശ്ചിത സമയത്ത് എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന മെഷർമെൻറ്റിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ഡാറ്റ സെൻഡ് ഓവർ എ നെറ്റ്വർക്ക് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. സോ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം അതാണ് അതിൻ്റെ യൂണിറ്റ്. BPS, ബിറ്റ്സ് പെർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ബാൻഡ്വിഡ്ത്ത്. If the bandwidth is more, data travels faster. അല്ലേ, ബാൻഡ്വിഡ്ത്ത് കൂടുതലാണെങ്കിൽ ഡാറ്റ വളരെ ഫാസ്റ്റായി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. സോ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. സോ ബാൻഡ്വിഡ്ത്ത് മീൻസ് ഒരു നെറ്റ്വർക്കിൻ്റെ രീതിയിൽ ബാൻഡ്വിഡ്ത്ത് മെഷർ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡാറ്റ transfer over a network in a given amount of time. It is measured in bits per second. ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ് ബാൻഡ്വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ്. യൂണിറ്റ് ഓഫ് ബാൻഡ്വിഡ്ത്ത് ഇസ് BPS, ബിറ്റ്സ് പെർ സെക്കൻഡ്. സെക്കൻഡ് ടേം, നോയ്സ്. Noise is unwanted electrical or electromagnetic energy that lowers the quality of data signals. So noise means it is the unwanted signals. ഇങ്ങനെയുള്ള അൺവാണ്ടഡ് സിഗ്നൽസിൻ്റെ പ്രത്യേകത, ഇത് നെറ്റ്വർക്കിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ, ആ ഡാറ്റ ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം, ഇങ്ങനെയുള്ള എന്ത് ഡാറ്റയോ ആയിക്കോട്ടെ, ആ ഡാറ്റയുടെ ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നോയ്സ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ നോയ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ ക്വാളിറ്റിയെ ബാധിക്കും. So all types of data including text, programs, images and audio over a network is adversely affected by the noise. So noise is nothing but unwanted signals that affect the quality of the data signals. Last one is node. Any device which is directly connected to a computer network is called a node. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഏതൊരു ഡിവൈസിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുന്നത്.
സോ ഏതൊരു ഡിവൈസ് എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടർ ആവാം, മോഡം ആവാം, പ്രിൻ്റർ ആവാം, സ്കാനർ ആവാം, എനിത്തിങ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഏതൊരു ഡിവൈസിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുന്നത്. സോ നോഡ് ഇസ് നത്തിങ് ബട്ട് എനി ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. സോ നമ്മൾ 3 ടേംസ് ആണ് പരിചയപ്പെട്ടത്: ബാൻഡ്വിഡ്ത്ത്, നോയ്സ്, നോഡ്.